ശാലോം ടിവിയുടെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മദ്യമാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്നത്തെ കുട്ടികളും യുവജനങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടവർ ഈയാമ്പാറ്റകളെ പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം ഹോമിക്കപ്പെടുന്ന കാഴ്ച ഏറെ ദുരന്തത്തോടുകൂടിയും വേദനയോടുകൂടിയുമാണ് നാം നോക്കിക്കാണുക. കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ തകർത്ത് കളയുന്ന ഈ മദ്യത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മദ്യപാനികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും മദ്യപന്മാരുടെ കുടുംബത്തിലേക്കും അവരുടെ കുടുംബാന്തരീക്ഷത്തിലേക്കും ഇറങ്ങിച്ചെല്ലുകയും ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും മദ്യപാന ശീലത്തിൽ നിന്നും അവരെ വിമോചിപ്പിക്കുകയും അവരെ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ ടെസി മരിയ FCCയെ നാം ഇന്ന് പരിചയപ്പെടുകയാണ്. സന്യാസ ജീവിതത്തിൻ്റെ നീണ്ട 25 വർഷക്കാലം തമ്പുരാന് വേണ്ടി സേവനം ചെയ്ത് ജീവിതം സമർപ്പിച്ച് അതിൻ്റെ നിറവിൽ നിൽക്കുന്ന ഈ സമയത്ത് ശാലോം ടിവിയുടെ മർത്ത മേരി എന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരെ സിസ്റ്ററിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. സിസ്റ്ററിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കുമായി ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ ഏറെ അനുഗ്രഹമായിരുന്നു. എൻ്റെ പേര് സിസ്റ്റർ ടെസി മരിയ. ഞാൻ കാഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് പ്രൊവിൻസിലെ ഇപ്പോൾ ഒരു പ്രൊവിൻഷ്യൽ കൗൺസിലറാണ്. ആദ്യകാലങ്ങൾ കുടിയേറ്റ മേഖലയിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന അടുത്തുള്ള വലിയ തോവാളയാണ് ജന്മദേശം. അപ്പനും അമ്മ സഹോദരങ്ങൾ 6 പേര്. അപ്പനും അമ്മയും കർഷകരാണ്. എല്ലുമുറിയെ പണിയെടുത്ത് കുടുംബം പുലർത്തിയ ഒരു കുടുംബനാഥനാണ് എൻ്റെ അപ്പൻ. രാവിലെ ഒരു 8 മണിയോടുകൂടി പറമ്പിലിറങ്ങിയാൽ ഏതാണ്ടൊരു 5 മണി വരെയുള്ള സമയത്ത് പണിക്കാരോടൊപ്പം നിന്ന് പണിയുന്ന അപ്പന്, അതിന് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അമ്മ. ഞങ്ങൾ 6 മക്കളെയും പഠിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം പഠിപ്പിക്കുക ചാച്ചനൊരാഗ്രഹമായിരുന്നു. അങ്ങനെയാണ് കുട്ടിക്കാലം. മാതാപിതാക്കന്മാരോടും സഹോദരങ്ങളോടും അതോടൊപ്പം തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന സ്നേഹാന്തരീക്ഷം എങ്ങനെയാണ് ദൈവവിളി കണ്ടെത്തുന്നതിനും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനും സിസ്റ്ററിൻ്റെ ജീവിതത്തിലിടയായത്? ചാച്ചനെയും അമ്മയും സഹോദരങ്ങൾ 6 പേരും തമ്മിൽ നല്ല ഊഷ്മളമായൊരു ബന്ധം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കുടുംബത്തിൽ ജപമാല ചാച്ചന് വളരെ നിഷ്ഠയുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ വല്യച്ഛനും വല്യച്ചാച്ചനും വല്യമ്മച്ചയും അവരുടെ കുരിശുവര എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഘോഷമായിരുന്നു. ചായന ആ കസേരയിലോട്ടൊരു ഇരിപ്പങ്ങോട്ടിരുന്ന് ആ കണ്ണൊക്കെ അടച്ച വയറൊക്കെ ഇങ്ങനെ ഇരിക്കും. ആകാശങ്ങളിരിക്കുന്ന നിങ്ങളുടെ വാവായേ, നിൻ്റെ തിരുനാമം ശുദ്ധമാകപ്പെടണേ, നിൻ്റെ രാജ്യം വരണേ. ഒരു അനുഭവമായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു പാരമ്പര്യം തന്നെയാണ് പ്രാർത്ഥനയോടുള്ള ഒരു ബന്ധമായിട്ട് നിൽക്കുന്നത്. പ്രാർത്ഥനയോടുള്ള ആ ബന്ധം ഇന്നും ചോർന്നു പോവാതെ ഇന്നും സൂക്ഷിക്കാനായിട്ട് സിസ്റ്റർ സാധിക്കുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ദൈവവിളി സ്വീകരിക്കാനായിട്ട് ഇടയായ അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനം ഉൾക്കൊണ്ട കുട്ടിക്കാലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ സിസ്റ്ററിൻ്റെ മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ടോ? ഏതാണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള നമ്മുടെ എല്ലാവരും അറിയുന്ന നമ്മുടെ പുത്തമ്പുര അച്ഛൻ്റെ അമ്മ, അവരുടെ വീട്ടിൽ 2 ആൺമക്കളാണ്. അപ്പോൾ അമ്മയുടെ ഒരു കൊച്ചുമകളായിട്ട് എന്നെയാണ് കരുതിയിരുന്നത്. ദിവസത്തിൽ കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും എന്നോട് ഓർപ്പിച്ച് തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. മോളെ, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അൽഫോൻസാമ്മയുടെ മഠത്തിൽ പോകാൻ. എനിക്ക് പറ്റിയില്ല, പകരം മോള് പോകണം. അത് ഞാൻ ഓർക്കുന്നു. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 4 മണി സമയത്ത് നല്ല ചെണ്ടമുറിയും കപ്പയും അങ്ങോട്ട് പുഴുങ്ങിയിട്ട് നന്നായിട്ട് വെന്ത കപ്പ, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ വെന്ത കപ്പ എന്നെയും തീറ്റിക്കും, ഇത്തിരി വേകാത്ത കപ്പ അമ്മയും തിന്നും. ആ കൂടെ നല്ല കാന്താരി മുളക് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി വാളംപുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഇത് നല്ല സ്വാദോടുകൂടി ഇത് കഴിക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറയും, മോള് മറക്കല്ല് കേട്ടോ, വലുതാവുമ്പം കൊച്ചു അൽഫോൻസാമ്മയുടെ മഠത്തിൽ പോകണം. കാരണം ഞങ്ങളുടെ അവിടെ SH സിസ്റ്റേഴ്സാണ്, അവരുമായിട്ട് നല്ല ബന്ധമാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ മുതിർന്ന ചേട്ടന്മാരുടെ കൂടെ പള്ളിയിൽ പാട്ടുപാടാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് ദിവസേന മഠത്തിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ SH സിസ്റ്റേഴ്സും ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു ഞാൻ അവിടെ ചെല്ലുമെന്ന്. അവരും എന്നെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ അൽഫോൻസാമ്മയുടെ മഠം. പക്ഷേ എനിക്കറിയില്ല ഇത് എവിടെയാണ് ഈ മഠം. ആകെ അറിയാവുന്നത് ഭരണങ്ങാനത്തൊരു അൽഫോൻസാമ്മയുടെ മഠമുണ്ട്. ഞാൻ അന്നൊരു എഴുത്തെഴുതി. ഞാൻ +2 പഠിക്കുമ്പോൾ വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ല, ഇന്നോളം പറഞ്ഞിട്ടില്ല, ആരും അറിയാതെ ഞാനൊരു എഴുത്തെഴുതി. അതിനകത്ത് എനിക്കിതുപോലെ അൽഫോൻസാമ്മയുടെ മഠത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് എഴുതിയത്. അഡ്രസ്സ് ഞാൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചു. മദർ ക്ലാരമഠം, ഭരണങ്ങാനം BO ഭരണങ്ങാനം.
അന്ന് എനിക്കൊരു മറുപടിയൊക്കെ വന്നു ഇന്ന ദിവസം ക്യാമ്പാന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ എഴുത്ത് വീട്ടിൽ കാണിക്കാൻ ഭയമായിരുന്നെന്ന്, മറ്റൊന്ന് എന്തോ ഒരു നാണക്കേടോ ഒക്കെ ആയിരുന്നു. അന്ന് ആരെയും കാണിച്ചിട്ടില്ല. ലെറ്റർ ഇവിടെ വളരെ സുരക്ഷിതമായിട്ട് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഏത് രീതിയിലാണ് വീട്ടിൽ ഈ കാര്യം അവതരിപ്പിച്ചതും വീട്ടുകാരുടെ ഒരു സഹകരണവും പ്രോത്സാഹനവും ഈ ദൈവവിളിയിലേക്ക് കടന്നു പോകാനായിട്ട് സ്വീകരിക്കാനിടയായ സാഹചര്യം? പ്രത്യേകിച്ച് വൈദികരോ അല്ലെങ്കിൽ മറ്റ് സിസ്റ്റേഴ്സോ അധ്യാപകരോ ആരെങ്കിലും ഇതിന് പ്രോത്സാഹനമായിട്ടുണ്ടോ? അവരുടെ ആരെങ്കിലും സഹകരണം ഉണ്ടായിരുന്നോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ മടത്തിൽ പോകണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. വീട്ടിലാരും അത് കേട്ട മട്ടുപോലും നടിച്ചില്ല. വീണ്ടും ഞാൻ അന്ന് +2 ആണല്ലോ, പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്തും ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്ന് ആരും ഗവനിച്ചില്ലെന്ന് മാത്രമല്ല, ചാച്ചൻ അതിനെ നഖശിഖാന്തം എതിർത്ത ഒരു അനുഭവമായിരുന്നു. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് പഠിച്ച് തീരുന്ന സമയത്ത് ഞാൻ SH ഒരു മാസത്തെ ക്യാമ്പിന് പോയിരുന്നു. അന്ന് അവർ ക്യാമ്പിലൊരു സെലക്ഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അന്ന് എനിക്ക് സെലക്ഷനൊക്കെ കിട്ടി വീട്ടിൽ വന്നു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. തോക്കേണ്ടിയിട്ട് തോറ്റതൊന്നുമല്ല, പക്ഷേ എന്തോ ഇംഗ്ലീഷൊക്കെ കിട്ടി സബ്ജക്റ്റ് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ എനിക്ക് മാർക്ക് കുറവാണ്. അപ്പോൾ ഇതേ ഒരു കാരണത്താൽ ഞാൻ വീട്ടിലിങ്ങനെ നിൽക്കുന്നു. ചാച്ചന് എനിക്ക് പഠിക്കണമെന്നൊന്നുമില്ല, അന്നും ഇന്നും പഠിക്കണമെന്നൊരാഗ്രഹം ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാലും പോകണം എന്നൊരു ശാഠ്യം കയറി. ചാച്ചൻ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, പഠിച്ചെന്ന് ജയിക്കുന്നു അന്ന് വിട്ടേക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. പഠിച്ചു, അടുത്ത വർഷം ജയിച്ചു. വീണ്ടും ആർക്കും ഒന്നുമില്ല. അപ്പോൾ അന്ന് എന്നോട് വീട്ടിൽ പൈസ ഇല്ല എന്നൊരു കാരണം ചാച്ചൻ പറഞ്ഞിരുന്നു. അത് അടുത്ത വർഷം ഇത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ കുരുമുളകിൻ്റെ ചുവട്ടിൽ നടന്ന് ആ മുളക് മുഴുവൻ പെറുക്കുമായിരുന്നു. പക്ഷേ അതെന്ന് എനിക്ക് മനസ്സിലായി, ആ ഒറ്റയ്ക്കിരുന്ന് ആ കുരുമുളക് ചെടിയുടെ ചുറ്റും നടന്ന് ഈ ഓരോ മണി മുളക് പെറുക്കിയെടുക്കുമ്പോഴെല്ലാം ഞാൻ ഈശോയുമായിട്ടൊരു വലിയൊരു പ്രാർത്ഥന തന്നെയായിരുന്നു. കാരണം ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുകയോ തീരുമാനിക്കുകയോ ആലോചിക്കുകയോ ഒക്കെ അവിടെ നടന്നിട്ടുണ്ട് സംഭവം. അതിലൂടെ +2 കഴിഞ്ഞു. ഒരു വർഷം കൂടെ ഒന്ന് വീട്ടിൽ നിന്നു. ആ സമയത്തെല്ലാം ഈ SH മഠം മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ആ വർഷം അങ്ങോട്ട് തീരുന്ന സമയത്ത് അച്ഛനിങ്ങനെ പള്ളിയിൽ പറഞ്ഞു, മഠത്തിൽ പോകാനോ പുരോഹിതനാകാൻ പോകാൻ ആഗ്രഹമുള്ളവരെ അറിയിക്കണമെന്ന്. അപ്പോൾ ഇതെങ്ങനെയും അറിയിക്കണം, എല്ലാവരും അറിയുന്നൊരു സാഹചര്യമാണ്. എന്നിട്ടും ഇതാരും അറിയണ്ടെന്ന് കരുതി ഞാൻ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നെല്ലിയാനിയച്ഛൻ വികാരിയച്ഛന് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എന്നെ പോലെ എനിക്ക് മഠത്തിൽ പോകണം, ഞാനിങ്ങനെ SH പോകാനിരിക്കുകയാണ്, പക്ഷേ എനിക്ക് അൽഫോൻസാമ്മയുടെ മഠത്തിലാണ് പോകേണ്ടത്. അപ്പോൾ ആ കുർബാന കഴിഞ്ഞ് ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനിങ്ങനെ, എൻ്റെ വീട്ടുകാർ പൂനാട്ടം ആയതുകൊണ്ട്, എടാ പൂനാട ഇങ്ങ് വന്നേ, തനിക്കതാ മഠത്തിൽ പോകണ്ടേ? ആ ഒറ്റ ചോദ്യം കൊണ്ട് ആ പള്ളി വന്ന സകല ജനങ്ങളും ഞാൻ മഠത്തിൽ പോകാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു ചമ്മലൊന്നും വന്നിട്ടില്ല. എൻ്റെ കൂടെയുള്ള ഇപ്പോൾ സിസ്റ്റർ ജോസിന, സാലമ്മ ചേലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് മഠത്തിൽ വന്നത്. 1ാം ക്ലാസ് മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് നടന്നു. ഒരിക്കൽ പോലും ഞങ്ങളിത് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ അച്ഛനോട് അവതരിപ്പിച്ച അന്ന് രാവിലെ തന്നെ കുർബാനയ്ക്ക് മുമ്പ് സാലമ്മ ചെന്ന് അച്ഛനോട് പറഞ്ഞു, കുർബാനയ്ക്ക് ശേഷം ഞാനും പറഞ്ഞു. 1987 മുതൽ 94 വരെ 7 വർഷക്കാലമാണ് ഞാൻ പെരുതോളപ്പള്ളി ക്രിസ്തുരാജപ്പള്ളി വികാരിയായിട്ട് സേവനം ചെയ്തത്. 1987 ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെ ധാരാളം ഭക്തജനങ്ങളുള്ള നല്ല ക്രൈസ്തവ മൂല്യങ്ങളുള്ള കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇട ദിവസങ്ങളിൽ പോലും ധാരാളം ഭക്തജനങ്ങൾ, കുട്ടികൾ, ചെറുപ്പക്കാർ, മുതിർന്നവർ പള്ളിയിലൊക്കെ വരുമായിരുന്നു. അങ്ങനെ വരുന്ന ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ 2 പേരെ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ഒന്ന് ടെസമ്മ തോമസ് പൂനാട്ട്, രണ്ടാമത് സാലമ്മ മാത്യു ചേലയ്ക്കൽ. അവർ 2 പേരും പള്ളിയുടെ വടക്ക് ഭാഗത്തായിട്ട് അയൽപക്കത്തായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളാണ്. അവർ ഞാൻ ചെല്ലുമ്പോൾ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അവസരമാണ്. അപ്പോൾ അവരെല്ലാ ദിവസവും പള്ളിയിൽ വരികയും ഭക്തിപൂർവ്വം കുർബാനയിലൊക്കെ സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഇത് ശ്രദ്ധിച്ചു. ഒരു ദിവസം അവരെന്നെ കാണുവാനായിട്ട് വന്നു കുർബാനയ്ക്ക് ശേഷം. അപ്പോൾ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ കോൺവെൻറ്റിൽ പോകണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ 2 പേരും എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവരും ഭക്തിപൂർവ്വം സംബന്ധിക്കുന്നവരെന്ന നിലയിൽ എനിക്ക് ഒരു വർഷക്കാലത്തെ പരിചയം കൊണ്ട് വളരെ നല്ല പെൺകുട്ടികളാണ്. ഒരു സന്യാസ സമർപ്പിത ജീവിതത്തിന് വളരെ അനുയോജ്യരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട്
നിങ്ങളുടെ ആ സമൻസിന് നന്ദി. നിങ്ങൾ ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺവെൻറ്റിൽ പോകുവാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഉപദേശിക്കുകയാണ്. ആ കോൺഗ്രിഗേഷനിലോട്ട് പറഞ്ഞു വിടുന്നതിന് എനിക്കേറെ താല്പര്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. വീട്ടിൽ മാതാപിതാക്കന്മാരും ഒക്കെ ആലോചിച്ചിട്ട് ഏതായാലും അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. അടുത്ത വർഷത്തെ ട്രെയിനിങ്ങിന് അവരെ വിളിച്ചു. അവർ സന്യാസത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് അവരുടെ ആരംഭ കാലഘട്ടത്തിലെ അനുഭവം. കുട്ടിയായിരുന്ന കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും വൈദികരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളിലൂടെയൊക്കെ ദൈവവിളി കണ്ടെത്തുവാനും അത് പ്രോത്സാഹിപ്പിക്കാനും ഇടയായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. പലപ്പോഴും നമ്മൾ പലരുടെയും ജീവിതത്തിൽ ചില വ്യക്തികളെ കണ്ടിട്ട് അല്ല അവരുടെ പ്രേരണയാൽ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേക അനുഭവങ്ങളുടെയും അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിലൂടെയൊക്കെയാണ് ആ മേഖലയെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും അതിലേക്ക് കടന്നു ചെല്ലുന്നതും. അങ്ങനെ സിസ്റ്റർ ജീവിതത്തിൽ പ്രത്യേകമായി എടുത്തു പറയത്തക്ക ഏതെങ്കിലും വൈദികരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ദൈവാനുഭവം നേരിട്ടറിഞ്ഞ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സിസ്റ്റർ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിന് കണ്ടെത്തുന്നതിന് ഇടയായിട്ടുണ്ടോ? എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇന്നസെൻ്റ് അമ്മ, ഇപ്പോൾ SH പ്രൊഫഷണൽ അമ്മയാണ്, ഇന്നസെൻ്റ് അമ്മയാണ് ഏറ്റവും വലിയൊരു പ്രചോദനം നൽകിയത്. പ്രത്യേകിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നു, പോകാൻ സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. ഈ അവസ്ഥകളും എല്ലാം ഞാൻ അപ്പോഴപ്പോൾ ഇന്നസെൻ്റ് അമ്മയോട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ചാച്ചൻ ഇച്ചിരി മരുന്ന് വാങ്ങാനായിട്ട് എന്നും അവിടെ ഹോമിയോ ആശുപത്രി വിടും. പൈസ കൊടുക്കേണ്ടതുകൊണ്ട് എന്നും പോയി മേടിക്കുക വരിക അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കുപ്പി കൊണ്ടുപോയി ഹോമിയോ ആശുപത്രി വെച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് ഇന്നസെൻ്റ് അമ്മയുടെ അടുത്തേക്കായിരുന്നു. പിന്നെ എനിക്ക് ഓർക്കാനുള്ളത്, അമ്മ എന്നെ ഒരിക്കലും നടത്തിപ്പോണമെന്നൊന്നും വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. എൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടാണ് അമ്മ ഇടപെട്ടത്. അമ്മ ഇടയ്ക്ക് ഒന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഞാൻ ജനിച്ച് കിടക്കുന്ന സമയത്ത് കട്ടപ്പന സെൻറ്റ് ജോൺസിലായിരുന്നു ജനിച്ചത്. അപ്പോൾ ഒരു നേഴ്സ് കൊച്ച് വന്ന് പറയുകയാണ്, അമ്മ മോള് കൊച്ച് കറുത്തതാണല്ലോ. എൻ്റെ അമ്മ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അമ്മ എടുത്തു പറഞ്ഞൊരു വാക്കുണ്ട്, കൊച്ച് കറുത്തതാണെങ്കിൽ കുഴപ്പമില്ല, കൊച്ചിൻ്റെ അപ്പനും കറുത്തതാണ്. അപ്പോൾ അത് ചെറുപ്പകാലത്ത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് വരാത്ത വിധത്തിൽ അനുഭവമായിരുന്നു. പിന്നെ എൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ എനിക്ക് ഒരു കുറവൊന്നിനും വന്നിട്ടില്ല. ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും ആകെ ഒരു വിഷമം പിടിച്ചെന്ന് പറഞ്ഞാൽ ഒരു ടൂറൊക്കെ പോകണം, ചാച്ചൻ്റെ പുറകെ നടക്കും, ഇവിടെ വെച്ചാൽ വിടുകയില്ല. അത് ചാച്ചൻ അന്ന് പറയുന്നത് നിനക്ക് അതിനുള്ളൊരു കഴകത്തില്ല. അപ്പോൾ ഒരു ടൂറ് പോകാനോ കുടുംബാംഗങ്ങളുടെ കൂടെ അല്ലാതെ പുറത്തോട്ട് പോകാനോ അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടില്ല. അല്ലാതെ ഒരു കുറവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത ഇതാണ്, എനിക്ക് ഇത്രമാത്രം സ്നേഹവും പരിലാളനയും എല്ലാം ദൈവം തന്നതുകൊണ്ട് അത് നിർലോഭം ഇല്ലാത്തവർക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് ബാലികാ ഭവനിലൊക്കെ ചെല്ലുമ്പം എനിക്ക് കുട്ടികൾക്കുള്ള ഒരു വേദന അതാണ്. ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ ചേച്ചിമാരും ചേച്ചി വത്സമ്മ ഇവരൊക്കെയാണ് സത്യത്തിൽ എൻ്റെ എല്ലാ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഒരു പരിധിവരെ ഞാൻ മടത്തി ചെന്നപ്പോഴാണ് ഈ കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു തുണി അലക്കുന്നത് ഒരു പക്ഷേ അത് അവരലക്കിയിടുന്നു, അവരത് ഉണങ്ങി വെക്കുന്നു, അവരെ തേച്ച് വെക്കുന്നു, നമ്മൾ എടുത്തിടുന്നു. അപ്പോൾ 10ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞ പോലെ അധികം ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഞാൻ ഓർക്കുന്നൊരു സംഭവം, ഈ SH 2 സിസ്റ്റർമാർ കുടുംബ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നു. അമ്മച്ചിയോട് ചോദിക്കുക, കൊച്ചെന്നാ പണിയൊക്കെ ചെയ്യുമോ? അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, അവൾക്കൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാം ചെയ്യും. ഒന്നും ചെയ്യാറില്ല, മനസ്സ് വെക്കാറില്ല, പക്ഷെ മനസ്സ് വെച്ചാൽ എല്ലാം ചെയ്യും. പക്ഷെ അതിൻ്റെ മനസ്സിൽ കിടന്നത് എന്നാ മനസ്സൊന്ന് വച്ചേക്കാം. അതായിരിക്കാം എനിക്ക് പിന്നീട് ജോലി ചെയ്യാൻ ഒരു മടിയുണ്ടായിട്ടില്ല. ചേച്ചി അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചേച്ചി രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറക്കുമ്പം കുറച്ച് ദിവസമെങ്കിലും ചേച്ചി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് ആ പശുവിനെ കറക്കാനായിട്ട് ഒത്തിരിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പകുതിയെങ്കിലും വലിച്ചു പെറുക്കി വച്ചിട്ടുണ്ട്. കൊച്ചുനാൾ മുതൽ തന്നെ വളർത്തി വലുതാക്കി ഏറെ സ്നേഹം തന്ന് കാത്തു പരിപാലിച്ചുകൊണ്ട് പോകുന്ന മാതാപിതാക്കന്മാർ, അതോടൊപ്പം തന്നെ എന്നും കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന സഹോദരങ്ങൾ, ഇവരെല്ലാം വിട്ടിട്ട് അൽഫോൻസാമയെ ഇഷ്ടപ്പെട്ട് അൽഫോൻസാമയുടെ മഠത്തിൽ ചേരാനായിട്ട് തീരുമാനിച്ച് ഇറങ്ങിത്തിരിച്ച ആ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെക്കുറിച്ച്, ആ നിമിഷത്തെക്കുറിച്ച് സിസ്റ്റർ ഒന്ന് പങ്കുവെക്കുമോ? വീട്ടിൽ നിന്നൊരു അനുവാദം കിട്ടിയത് തന്നെ വലിയൊരു സംഭവമായിട്ട് മനസ്സിൽ കിടക്കുകയാണ്. ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിലൊരു ഈ ഡൊമിനിക് സാവിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊന്നും ഒത്തിരി പുസ്തകമില്ല, ആകെ ഒറ്റ പുസ്തകമുള്ളൂ. തിരിച്ചും മറിച്ചും ഇത് തന്നെ വായിക്കുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. കൂടാതെ ആ പോരുന്ന ദിവസത്തെ സംഭവം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വീട്ടിൽ ആരെയും കാണാനില്ല, എല്ലാവരും ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഇരിക്കുകയാണ്. അപ്പം അമ്മച്ചി നേരത്തെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, എന്താണേലും കരഞ്ഞുകൊണ്ട് ഒരാളെ പുറത്തോട്ട് ഇറക്കി വിടരുത് എന്ന്, ആരും അങ്ങനെ കരയരുതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ വഴിയെ കേട്ടിട്ടുണ്ട്. ഓരോ സൈഡ് നോക്കുമ്പോൾ ചാച്ചൻ അവിടെ ഇരുന്ന് കരയുന്നു, പിന്നെ ചേച്ചി കരയുന്നു, അങ്ങനെ എല്ലാവരും കരയുന്നത് കാണാം. പക്ഷേ ആരെയും ഇങ്ങനെ രംഗത്ത് കാണുന്നില്ല. കൂടാതെ
10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ പഠിച്ച മേരി ബെനിഗ്നയുടെ യാത്ര എന്നൊരു കവിത എൻ്റെ മനസ്സിലോട്ട് അങ്ങ് വരുവാണ്. അപ്പോൾ കിടക്കുന്ന റൂം അത് എൻ്റെ സ്വന്തം ഒരു റൂമാണ്. അവിടെ ഞാനൊരു നല്ലൊരു തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഓർക്കുന്നു, ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കുറേ സമയങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ മുന്നോട്ട് എങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് വരെ ഒരു സിസ്റ്റർ ഇല്ല. അപ്പം ഞാൻ പോയാൽ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ദിവസം ഇങ്ങനെ രാത്രിയിൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ച് തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കി കിടക്കുമ്പം എന്തോ അത് എന്നതാണെന്ന് എനിക്കറിയില്ല, ആ രൂപത്തിൽ നിന്നൊരു പ്രകാശം ഞാൻ കണ്ടു. അതെനിക്ക് വലിയൊരു ശക്തിയായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ 2-3 ആടുകളുണ്ട്, 2 ആട്ടും കുഞ്ഞുണ്ട്. ഇതൊക്കെ എനിക്ക് പിരിയാൻ വയ്യാത്തതാണ്. എല്ലാവരോടും ഞാൻ യാത്ര പറഞ്ഞു. ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ കുഴിയെടുത്ത് വെച്ചൊരു വാഴയുണ്ട്. അതിങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഞാൻ എന്നും അതിന് വെള്ളം ഒഴിക്കുമായിരുന്നു. ഞാൻ ഇതിനോടെല്ലാം പോയി യാത്ര പറഞ്ഞതെൻ്റെ. അപ്പോൾ യാത്ര എവിടെ ചെല്ലുന്നു, അടുക്കള ചെല്ലുന്നു അവിടെ യാത്ര, എൻ്റെ റൂമിന് യാത്ര, പിന്നെ ഞാൻ നടന്നു നീങ്ങിയ പറമ്പ് കാര്യങ്ങൾ, ഇവയോടെല്ലാം ഒരു യാത്ര പറഞ്ഞു. അന്ന് കരയാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ അതിലും വലിയൊരു ആഗ്രഹം കിടക്കുന്നത് കൊണ്ട് ഇത് സാരമില്ലാത്ത മട്ടില്ല, വളരെ നിസ്സാരമായിട്ട് എനിക്ക് അന്നങ്ങ് തോന്നി. വളരെ ഈസി ആയിട്ട് അതിന് എടുക്കാൻ പറ്റി. ഞങ്ങൾ 6 സഹോദരങ്ങളാണ്. 6 സഹോദരങ്ങളിലെ ഏറ്റവും ഇളയ ആളാണ് സിസ്റ്റർ ടെസി മരിയ. ചെറുപ്പകാലത്ത് ഞങ്ങൾ കുഞ്ഞുമോളി എന്നാണ് ഇവിടെ വിളിച്ചിരുന്നത്. ചെറുപ്പകാലത്തിൽ മുതൽ പ്രാർത്ഥനയിലും ആരാധനയിലും ഇവൾ വളരെ മുൻപന്തിയിൽ തന്നെ ആയിരുന്നു എന്ന് ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം ദേവാലയത്തിൽ ചെന്നപ്പോൾ സിസ്റ്റർ അന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ദേവാലയത്തിൽ നിശബ്ദ ആരാധനയുടെ സമയമായിരുന്നു. സിസ്റ്റർ എന്ത് കാരണം കൊണ്ടാണ് എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുന്നത് എന്നുള്ള ആ ചോദ്യം മനസ്സിൽ ചോദിച്ചതുകൊണ്ടാവാം അവിടെ ഇരുന്ന ഒരു ആരാധന പുസ്തകം എടുത്ത് 1 മണിക്കൂറോളം ആ ആരാധന നടത്തുകയുണ്ടായി. അതിനുശേഷം വലിയ തോവാള പള്ളിയിലെ സിസ്റ്റർമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത് തന്നെ. കുടുംബത്തിലാണെന്ന് വരെയും സന്ധ്യാപ്രാർത്ഥനയെ ലീഡ് ചെയ്തിരുന്നത് സിസ്റ്ററാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ മഠത്തിൽ പോകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് അതിന് സമ്മതം ഉണ്ടായിരുന്നില്ല. 2 വർഷക്കാലത്തോളം ആ നിർബന്ധം മുന്നിട്ട് നിന്നു. +2 കഴിഞ്ഞപ്പോൾ നിർബന്ധിച്ച് തന്നെയാണ് FCC കോൺവെൻറ്റിൽ പോയത്. ചാച്ചനും ഞങ്ങളുടെ അമ്മയും 1958 വലിയ തോവാള കരയിൽ എത്തിയതാണ്. പർത്താനം എന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തി. കൃഷിസ്ഥലത്ത് പണി ചെയ്തും പണിയിപ്പിച്ചും വളരെ നല്ല രീതിയിൽ ഇവർക്ക് ഞങ്ങളെ വളർത്താനായിട്ട് സാധിച്ചു. സിസ്റ്റർ ഒഴിച്ച് ബാക്കി ഞങ്ങൾ 5 പേരും കുടുംബജീവിതം നയിക്കുന്നു. അമ്മച്ചി 2 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളിൽ നിന്ന് വേർപിരിയുണ്ടായി. പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ സിസ്റ്ററിന് ജോലി കിട്ടിയതാണ്. അത് ഉപേക്ഷിച്ചിട്ടാണ് സോഷ്യൽ വർക്കിലേക്ക് നീങ്ങിയത്. എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ മറുപടി, പഠിപ്പിക്കുന്നത് ആർക്കും ചെയ്യാം, പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപൂർവം വ്യക്തികൾക്കേ സാധിക്കത്തുള്ളൂ, അതിലേക്ക് ഞാൻ തിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ ജോലി ഉപേക്ഷിച്ചതാണ്. അത് വളരെ ഫലവത്തായി എന്നും മനസ്സിലാക്കുന്നു. പല കുടുംബാംഗങ്ങളുടെയും സന്തോഷപ്രദമായ ആ പ്രകടനം കാണുമ്പോൾ സിസ്റ്റർ തിരഞ്ഞെടുത്ത ആ പാത ഏറെ മെച്ചമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. സിസ്റ്ററിൻ്റെ പ്രവർത്തനത്തിലൂടെ മദ്യപാനത്തിൽ ആണ്ടുപോയ പല കുടുംബങ്ങളും രക്ഷപ്പെട്ട് അവരുടെ സാക്ഷ്യം അത് തിരിച്ചു പറയുമ്പോൾ അതിനകത്ത് ഏറെ സന്തോഷം തോന്നാറുണ്ട്. മദ്യപാനം ഉപേക്ഷിപ്പിക്കുന്നതിന് മാത്രമല്ല, അവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ദൈവത്തിൽ അവരെ വളർത്തുന്നതിനും സിസ്റ്റർ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്.
തമ്പുരാന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, വേല ചെയ്യുവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. അങ്ങനെ കോൺവെൻറ്റിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് വളരെയേറെ പ്രതീക്ഷയോടുകൂടിയും സ്വപ്നങ്ങളോടുകൂടിയൊക്കെയാണ് അവിടേക്ക് എത്തിച്ചേർന്നത്. അവിടെ ഇപ്പോൾ ആ സാഹചര്യത്തിൽ കോൺവെൻറ്റിൽ നിന്നുണ്ടായ സ്വീകരണം എങ്ങനെയായിരുന്നു? ആദ്യം ഒരു ക്യാമ്പിനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു 3 ദിവസത്തെ ക്യാമ്പെന്നും പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. ക്യാമ്പിന് പോകുന്നത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ക്യാമ്പ് നടന്നില്ല, ക്യാമ്പൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ വന്ന ഈ മഠത്തിൻ്റെ തന്നെ ക്യാമ്പ് കഴിഞ്ഞു. ജസ്റ്റ് ഒരു ദിവസം നിന്നപ്പോൾ അവർ പറഞ്ഞു ആകെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ അവിടെ നിൽക്കും, പിന്നെ അടുത്ത വലിയ ക്യാമ്പിന് 1 മാസത്തെ ക്യാമ്പിന് വന്നാൽ മതി. അപ്പോൾ എനിക്കങ്ങ് വിഷമമായിപ്പോയി. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സങ്കീർത്തനം ചെല്ലുമ്പോൾ 2 വശത്ത് നിന്ന് 2 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സിസ്റ്റേഴ്സ് നിൽക്കുവാണ്. അവർ പ്രാർത്ഥന ചെല്ലുമ്പോൾ 2 വശത്തു നിന്നും ഇതിൻ്റെ പാദങ്ങൾ, ഈ ഈരടികൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ താളലയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് തബലയൊക്കെ വായിച്ച് സിസ്റ്റേഴ്സ് നിന്ന് ആ പാട്ട് പാടിയത്. അന്ന് 13 മണി ആരാധനയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ആ ആരാധനയും അതൊക്കെ എനിക്ക് ഇഷ്ടമായി. എനിക്ക് കൂട്ടുകാരെ വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മിസ്ട്രസ് ആദ്യം ഞങ്ങളെ ചേർച്ച സിസ്റ്റർ ജോസി ട്രീസായാണ്. എന്തോ സിസ്റ്ററിൻ്റെ മനസ്സിൽ നിന്നും മായുന്നേ ഇല്ല. സിസ്റ്റർ ജോസി ട്രീസായും സിസ്റ്റർ മരിപുഷ്പമായിരുന്നു അന്ന് ഞങ്ങളെ വെൽക്കം ചെയ്ത്. മനസ്സിലങ്ങ് കിടക്കുക. അപ്പോൾ എനിക്ക് ഒരു പരിധിവരെയും ഈ കുടുംബാംഗങ്ങളെക്കാൾ വലിയൊരു സ്നേഹവും വലിയൊരു ബന്ധവും ഇവരോടായി. ഇനി ഈ വീടൊന്നും ചിന്തയില്ല, അങ്ങ് ചെല്ലണമെന്നേ ഉള്ളായിരുന്നു. മഠത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പഠനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു വളരെ തീഷ്ണതയോടുകൂടി, സന്തോഷത്തോടുകൂടി തമ്പുരാന് വേണ്ടി സേവനം ചെയ്യാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ ജ്വലിച്ചിരുന്നു. അതെങ്കിൽ എങ്ങനെയായിരുന്നു ഓരോ പ്രവർത്തനങ്ങൾ? സന്തോഷത്തോടുകൂടിയായിരുന്നു അതോ ദുഃഖത്തോടുകൂടിയൊക്കെ ആയിരുന്നോ? എനിക്ക് അന്ന് സമയം തികയുന്നില്ലായിരുന്നു. അതായത് നമ്മളെല്ലാം അങ്ങ് ചെയ്യുവാണ്. അപ്പോൾ ഒരു പരിപാടി ഉണ്ടാക്കണം, ഒരു നാടകം എഴുതുന്നു, അതെല്ലാവരും പഠിപ്പിക്കുന്നു, അത് ഇച്ചിരി കയറുന്നു. വലിയ കഴിവുണ്ടായിട്ടല്ല, നമ്മൾ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അങ്ങ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അതുപോലെ ഞാൻ ഓർക്കുന്നു, ആസ്പിറൻസി കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ബോനിമരിയാമ്മ കയ്യാലെ കെട്ടുവാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കല്ല് പെറുക്കുക. അപ്പോൾ കമ്പ് കുത്തി കല്ലിളക്കി ഈ കയ്യാലെ കെട്ടുക. ഞാൻ വളരെ സ്പിരിറ്റിൽ ഈ കമ്പി ഒരൊറ്റ കുത്തി ഒരൊറ്റ വെയ്യെടുത്തപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. ജൂനിയർ സിസ്റ്റർ എൽസി ജോർജ് ഒരു വരവ് ആ കമ്പി സിസ്റ്ററിൻ്റെ തലക്കിട്ടാ കൊണ്ട് ഒറ്റ വീഴ്ച ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നു. അങ്ങനെ അന്ന് പണിക്കൊന്നും ഒരു മടിയില്ല. അത് എന്തു പണിയാണോ അത്. അപ്പോൾ ഒരു കോടാലി എടുത്ത് 10 വെട്ട് വെട്ടാൻ അതൊരു ഇഷ്ടമാണ്. പള്ളിയിലെ ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നു, അടുക്കളയിലാണെങ്കിൽ അത് ചെയ്യുന്നു. അത്യാവശ്യം ആഹാരം ഉണ്ടാക്കാൻ എല്ലാം പഠിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് വലിയതോവാള ക്രിസ്തുരാജ UP സ്കൂളിൽ പഠിച്ചിരുന്ന പൂനാട്ട് ടെസ്സമ്മ തോമസ് എന്ന കുട്ടിയെ ടീച്ചറിന് ഓർമ്മയുണ്ടാവും. ആ കുട്ടി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രേക്ഷിത പ്രവർത്തിയായി ഒരു സന്യാസിനിയായി FCC സന്യാസ സമൂഹത്തിലെ ഒതേറെ സേവനം ചെയ്യുന്ന ഒരു സിസ്റ്ററായി മാറിയിരിക്കുകയാണ്. ആ സിസ്റ്ററിനെക്കുറിച്ചുള്ള ടീച്ചറിൻ്റെ ഓർമ്മകൾ, ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കുമോ? വർഷങ്ങൾക്ക് മുമ്പ് വലിയതോവാള ക്രിസ്തുരാജ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ടെസ്സമ്മ തോമസ് എന്ന കുട്ടിയെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. ഓടിക്കളിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന ആ കാലത്തും ആ കുട്ടിയുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞ ഒരനുഭവമായിരുന്നു. എങ്കിലും പഠിത്തത്തിൽ മിടുക്കിയും കലയിൽ സമൃദ്ധിയുമായിരുന്നു. അവൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അവൾ തൽപരയായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ഇന്ന് സിസ്റ്റർ ടെസി മരിയ ആയിത്തീർന്നത്. ഇതുപോലെ വളരെ വലിയ പ്രേക്ഷിത തീഷ്ണതയുള്ള ഒരു വ്യക്തിയായി തീരുമെന്ന് ടീച്ചർ സ്വപ്നം കണ്ടിരുന്നു ഈ കുട്ടിയുടെ അന്നത്തെ പ്രവർത്തനങ്ങളിലൂടെ? ചെറുതായിട്ടൊക്കെ തോന്നിയിരുന്നു. വളരെ സന്തോഷമുള്ള ഒരു കുട്ടിയായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത്. അവളുടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള ഒരു നേതൃഗുണം അവൾക്കുണ്ടായിരുന്നു. പഠനത്തിൽ മാത്രമല്ല മറ്റ് ഇതര മേഖലകളിലും ഏറെ സാമർഥ്യം പുലർത്തുകയും മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തതായി കേട്ടിട്ടുണ്ട്. ടീച്ചറിൻ്റെ അനുഭവത്തിൽ എങ്ങനെയായിരുന്നു അത്? എൻ്റെ അനുഭവത്തിൽ നല്ല ഒരു ഇതായിരുന്നു. എല്ലാ സ്റ്റേജിലൊക്കെ കയറി പാട്ട് പാടുന്നതിനും ഡാൻസ് ചെയ്യുന്നതിനും ഒക്കെ അവൾ മിടുക്കിയായിരുന്നു. സിസ്റ്ററിനെ കുറിച്ച് ഉള്ള എൻ്റെ ഇത് എനിക്ക് ആ സിസ്റ്ററിനെ അന്ന് പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സിസ്റ്റർ സന്യാസവ്രതം സ്വീകരിച്ചതിന് ശേഷം സിസ്റ്റർ അധ്യാപികയായി ദീർഘകാലം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ച് അന്നുണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കുമോ? ഞാൻ ആദ്യം ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപികയായിട്ട് കയറിയത് എറണാകുളം പ്രൊവിൻസിൻ്റെ കീഴിലുള്ള അങ്കമാലി കിടങ്ങൂർ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്.
ആ സ്കൂളിൻ്റെ പരിസരവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഏറെ പാവപ്പെട്ട കുടുംബങ്ങളുള്ളതാണ്. പ്രത്യേകിച്ച് മദ്യപാനത്തിൻ്റെ ഒരു മേഖല തന്നെയാണ് അവിടെ. എന്നെ കൂടുതൽ സ്പർശിച്ചത് മഠത്തിൻ്റെ തൊട്ടടുത്ത വീട്. അവിടെ 2 കുഞ്ഞുങ്ങൾ. അതിൽ ആൺകുട്ടി 1-ാം ക്ലാസ്സിൽ 2-ാം വർഷം പഠിക്കുന്നു, പെൺകുട്ടി അതിന് താഴെയാണ്. അപ്പൻ വെളുപ്പിന് 4 മണി മുതലൊരു കുടി തുടങ്ങും. മദ്യപിച്ചിട്ട് വന്നാൽ വീട്ടിൽ സ്ഥിരം ശണ്ടയാണ്. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് ഈ ഒരു അടിക്കുന്ന ഒച്ച കേൾക്കാം. അപ്പോൾ ഞാനിങ്ങനെ മഠത്തിൽ അന്വേഷിച്ചപ്പോൾ അത് അവിടെ വീട്ടിലെ അടിയാണ്. അപ്പോൾ എനിക്ക് ഈ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ കൂടെയുള്ള സിസ്റ്റർ ആൻമരിയ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മദ്യപാനത്തിന് നിർത്താൻ വേണ്ടി പച്ചമരുന്നുകളൊക്കെ കൊടുക്കുന്നൊക്കെ. അപ്പോൾ എനിക്ക് ഇത് നിർത്താൻ പറ്റുമോ എന്നൊരു ചിന്ത എൻ്റെ ആദ്യമായിട്ട് മനസ്സിൽ വന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 37 കുട്ടികൾ എൻ്റെ കൂടെ ഇങ്ങ് പോരും മഠത്തിലേക്ക്. അവർക്കൊരു ഫ്രീ ട്യൂഷനാണ്. അപ്പോൾ മുഴുവൻ സമയം പഠിപ്പിക്കില്ല. കുറച്ച് സമയം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, കുറച്ച് സമയം ഇത്തിരി ഡാൻസ് പഠിപ്പിക്കും, കുറച്ച് സമയം ഇത്തിരി പാട്ട് പഠിപ്പിക്കും, കുറച്ച് സമയം ഇവരെ ഒന്ന് ഗ്രൂപ്പായിട്ട് ഇരുത്തിയിട്ട് അവരുടേതായ വിഷയങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 4:15 മുതൽ ഒരു 6 മണി വരെയുള്ള സമയം എന്നും ഈ കുട്ടികൾ എൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഞാൻ ആ മറ്റൊരു പ്രോവിൻസിൽ പോയതുകൊണ്ട് എനിക്ക് മറ്റു ജോലികളില്ല. ഇതെന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എനിക്ക് മനസ്സിലായി, ഈ 2 കുഞ്ഞുങ്ങൾ നല്ല സ്മാർട്ട്നെസ് ഉള്ള കുട്ടികളാണ്, പക്ഷേ അതുങ്ങൾക്ക് പഠിക്കാനൊരു സാഹചര്യമില്ല. അപ്പോൾ ഒരു അവസരം കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾ കയറുമല്ലോ എന്നൊരു ചിന്ത ആദ്യമായിട്ട് അവിടെ വെച്ചാണ് എൻ്റെ മനസ്സിൽ വന്നത്. പിന്നെ ടീച്ചിങ്ങിൽ ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്നെ കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉഴപ്പൊക്കെയുള്ള പിള്ളേരെ അവനെ ഒന്ന് വിളിച്ചാൽ മതി. ഒരു കുഞ്ഞു വാക്ക് പറയുമ്പോൾ അവന് കൊള്ളാം മോനെ എന്നൊരു വാക്ക് ഓർത്താൽ അവർക്കത് കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് ടീച്ചിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. അത് വിട്ട് കളഞ്ഞതല്ല, ഇങ്ങനെയൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ യേശുവേ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം. വാ വാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാ വാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാം. വാ വാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാ വാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭ